മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട നടിയാണ് ദേവി ചന്ദന. ഇപ്പോഴിതാ താൻ നേരിട്ട ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് നടിയും നർത്തകിയുമായ ദേവചന്ദന എത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളുകളായി ദേവചന്ദന കാണാനില്ലെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു താരം. എന്താണ് കാരണമെന്ന് ഇപ്പോൾ ദേവചന്ദന വ്യക്തമായ മറുപടിയുമായി എത്തിയത്. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗബാധിതയെ തുടർന്നാണ് തനിക്ക് ആശുപത്രിയിലും തീവ്രപരിചരണ വിഭാഗത്തിലും കഴിയേണ്ടി വന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു ദുരനുഭവം ആരാധകരുമായി പങ്കുവച്ചത്. ഒരു മാസം ഞാൻ ആശുപത്രിയിലായിരുന്നു. ചെറിയ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിയ സമയത്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. ലിവർ എൻസൈമുകൾ നന്നായി കൂടി ICUവിലായിരുന്നു. അങ്ങനെ ഒരു മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം ഭേദമായി വരുന്നേ ഉള്ളൂ. കോവിഡ് എന്ന സമയത്ത് അതായിരിക്കും ഏറ്റവും കടുപ്പമേറിയ കാലമെന്നാണ് കരുതിയത്. 6 മാസം കഴിഞ്ഞപ്പോൾ H1N1 വന്നു. അപ്പോൾ തോന്നി കോവിഡ് എത്രയോ ഭേദമായിരുന്നു എന്ന്. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു എന്ന് നടി വിവരിക്കുന്നു. അവിടെ നിന്നാണ് അസുഖം കിട്ടിയതെന്ന് എല്ലാവരും ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും യാത്ര ചെയ്തിട്ടും മൂന്നാറിൽ പോയി എല്ലാവരെയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുംബൈയിൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ ആളുകളുണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എൻ്റെ ഭയങ്കര പ്രതിരോധശേഷി കൊണ്ടാകാം എനിക്ക് മാത്രം അസുഖം വന്നതിൽ ചെറിയ വിഷമം ഉണ്ടായിരുന്നുവെന്നും തമാശ രൂപേണ ദേവിചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ മാസം 26 രാത്രി അഡ്മിറ്റായി. അന്നൊക്കെ അട്ടയെപ്പോലെ ചുരുണ്ടു കിടക്കുന്നത് പോലെയായിരുന്നു കിടപ്പ്. സംസാരിക്കാനും പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റിയില്ല. ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിക്കുന്നു. ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. കണ്ണും ദേഹവുമൊക്കെ മഞ്ഞ കളർ. ബിലിറൂബിൻ 18 എൻസൈസിസ് ഒക്കെ 6000 ഒക്കെയായി. ദേവിചന്ദനയുടെ അവസ്ഥയെക്കുറിച്ച് ഭർത്താവ് കിഷോറും പറഞ്ഞു. അസുഖത്തെക്കുറിച്ച് ധാരണയൊന്നുമില്ലായിരുന്നു. മൂന്നാറിൽ പോയി വന്നപ്പോൾ ഇടയ്ക്ക് ശ്വാസമുട്ടലുണ്ടായത്. തണുപ്പിൻ്റെ ആകുമെന്നാണ് കരുതിയത്. മരുന്നെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. നവരാത്രി പരിപാടികളും ഉണ്ടായിരുന്നു. അത് നഷ്ടമായി. ഫോണൊക്കെ കയ്യിലെടുത്തിട്ട് 3 ആഴ്ചയോളമായെന്നും ദേവിചന്ദന കൂട്ടിച്ചേർത്തു. തൻ്റെ ഗുരുതരാവസ്ഥയെ വെറുമൊരു മഞ്ഞപ്പിത്തം എന്ന് നിസ്സാരവൽക്കരിച്ചവരുടെ പ്രതികരണങ്ങൾ തന്നെ വേദനിപ്പിച്ചതായും ദേവിചന്ദന പറഞ്ഞു. രോഗങ്ങൾ ഓരോ വ്യക്തിയെയും വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നതെന്നും കിഷോർ ഓർമ്മിപ്പിച്ചു. ഉപ്പും എണ്ണയും തേങ്ങയും ഒഴിവാക്കിയ കർശനമായ ഭക്ഷണക്രമം ഇപ്പോഴും തുടരുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഡോക്ടർമാർ 1.5 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും രോഗം വീണ്ടും വരാതിരിക്കാൻ ദീർഘകാലത്തേക്ക് ശ്രദ്ധ വേണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ദേവചന്ദനയും കിഷോറും കൂട്ടിച്ചേർത്തു. യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ജാഗ്രത പുലർത്തണമെന്നും അവർ ഓർമ്മിപ്പിച്ചു. ഒരു കുഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എല്ലാവരും നിർബന്ധമായി എടുക്കണമെന്നും അവർ പറഞ്ഞു. കുടുംബാംഗങ്ങൾ, താരസംഘടനമായ അമ്മ, ഡോക്ടർമാർ, നഴ്സുമാർ, സിനിമാ താരങ്ങൾ, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്നിവർ ഉൾപ്പെടെയുള്ള വലിയൊരു പിന്തുണ തനിക്ക് ലഭിച്ചു എന്നും അവർ വ്യക്തമാക്കി. തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. 2 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ താൻ പൂർണ്ണമായും ശക്തിയായിട്ട് വരും. പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. ആർക്കും അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവചന്ദന തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.